ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നൊരു കിടിലം അടിപൊളിയായിട്ടുള്ളൊരു കറിയെല്ലാം പറഞ്ഞാൽ വേറെ ലെവൽ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇറാനി ചിക്കനാണ്. ഇറാനി ചിക്കൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ള തക്കാളിയും കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. ഒരു പൊള്ളി ഐറ്റമാണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സാധാരണ വീട്ടിലേക്ക്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ആദ്യമായിട്ട് കുറച്ച് ഗീയാണ്. ഏകദേശം ഒരു 100 ഗ്രാം ഗീ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്, ചെറിയൊരു പാനിലേക്ക് ഇട്ടിട്ട്. അപ്പോൾ ഗീ ഏകദേശം ഒന്ന് ചൂടായതിൻ്റെ ശേഷം നമ്മൾ അതിലേക്ക് ഇടുന്നത്. നല്ലോണം ചൂടായി വന്നോട്ടെ. ഏകദേശം നല്ലോണം ചൂടായിട്ട് വന്നതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് ആദ്യമായിട്ട് ഉള്ളിയാണ്. അതായത് ചുവന്ന ഉള്ളി, 2 ഉള്ളി ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞതാണ്. നമുക്ക് ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഉള്ളി നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ഉണ്ടാവുമല്ലോ. ഉള്ളി ഏകദേശം ഈ ഒരു കളറാവും. അതിന് ശേഷം നമുക്ക് ഉദ്ദേശിച്ചൊരു കളറിൽ നമുക്ക് ഉള്ളി കിട്ടും, അതായത് ബ്രൗൺ കളറിൽ. അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്ക് എന്താക്കുക, അതെടുത്തിട്ട് പുറത്തേക്ക് ഇടുക, അതായത് കോരിയും എടുക്കുക. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ അതേ എണ്ണയിലേക്ക്, അതായത് നെയ്യിലേക്ക് ചിക്കൻ മാറ്റി വെച്ച് ചിക്കന് കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ചിക്കൻ കുറച്ച് സമയം, ഒരു 10-15 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് ഇളക്കി, അപ്പോൾ അതിൻ്റെ കളർ ഏകദേശം മാറുന്ന രീതിയിൽ ഒരു വൈറ്റ് കളറിലേക്ക് ചിക്കൻ മാറും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. മറ്റുള്ള ചിക്കനെക്കാട്ടി 2-3 ചിക്കൻ വ്യത്യസ്തം. അപ്പോൾ ആ ഒരു കളർ മാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് തിരിച്ചു മറിച്ച് അങ്ങോട്ടേക്ക് ഇളക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് നല്ല ചെറുതായിട്ട് മുറിച്ച പച്ചമുളകാണ്. പച്ചമുളക് ഒരു 4 എണ്ണം നീളത്തിൽ അരിഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പേസ്റ്റാക്കി ഇട്ടാൽ മതി, അല്ലെങ്കിൽ നോർമലായിട്ട് മുറിച്ചിട്ടാൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉള്ളി പേസ്റ്റ് ചെയ്തിട്ട്, അതായത് 2 ഉള്ളി പേസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക്, 2 ചെറിയ ഉള്ളിയാണ്, വലിപ്പമില്ല, നോർമൽ സൈസ് ഉള്ളിയാണ്. അപ്പോൾ അതും കൂടി പേസ്റ്റ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി നന്നായിട്ട് അരക്കുക, അതായത് ജ്യൂസി ടൈപ്പ് ആക്കുക. സാധാ വെളുത്തുള്ളി ഇതൊന്നും ഉണ്ടാകുമ്പോൾ മാക്സിമം അരച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ട് അതിലേക്ക് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നോർമലി ഉപ്പ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള പിങ്ക് ഉപ്പാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 3 സ്പൂൺ കുരുമുളക്. എരിവ് കുറച്ച് കൂടുതൽ വേണ്ടി കൂടുതൽ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അണ്ടിപ്പരിപ്പ്, കശുവണ്ടി ഉണ്ടല്ലോ, അത് പൊടിച്ചതാണ്. അത് ഒരു 50 ഗ്രാം കശുവണ്ടി ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഒരു 100 ഗ്രാം ബദം പൊടിച്ചതാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓപ്ഷനോ ഒന്നല്ല, സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അടുത്ത് ഉപയോഗിക്കുന്നത് തൈരാണ്. നല്ല തൈര്, ഏകദേശം 1 ഗ്ലാസ്സോളം തൈര് ഉപയോഗിക്കുന്നുണ്ട്. തൈര് ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കുക നന്നായിട്ട്. അതിൻ്റെ കൂടെ തന്നെ തേങ്ങാപ്പാൽ, അതായത് ഫസ്റ്റ് പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു പ്ലേറ്റിൽ ഒരു 10-300 മില്ലി തേങ്ങാപ്പാൽ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ പാൻ നിറയുന്നവരുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ തേങ്ങാപ്പാൽ ഒന്ന് ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മൾ പൊരിച്ചെടുത്ത ഉള്ളി ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി അതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യുക. കുറച്ചുകൂടെ ബാക്കി വെച്ചാൽ ലാസ്റ്റ് നമുക്ക് വേണ്ടിക്ക് വന്നിട്ടാം. അപ്പോൾ അത് ഇട്ടതിന് ശേഷം കുറച്ച് നമുക്ക് മല്ലിയില ആവശ്യമുണ്ട്. അപ്പോൾ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില അതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്നൊക്കെ വിതറാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ചെറുനാരങ്ങേൻ്റെ നീരും കൂടി ആവശ്യമുണ്ട്. അതും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഏലക്കായാണ്. ഏലക്കായ ചെറുതായിട്ട് എടുത്ത് 4-5 ഏലക്കായും കൂടി അതിലേക്ക് നമുക്ക് ഇടാം. കറി ഏകദേശം റെഡിയായ പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇപ്പോൾ ടേസ്റ്റ് നോക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കറി ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. നിങ്ങൾ അപ്പോൾ ഒന്ന് മസ്റ്റ് ട്രൈ ആയിട്ടാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താം. പുതിയ വീഡിയോസ് കാണുന്ന നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം.